നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന യൂസ്ഡ് കാറല്ല, വേറൊരു കണ്ടന്റുമായിട്ടാണ്. രണ്ട് കീ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഒരു മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ കീയും അതുപോലെ തന്നെ ഇത് ഈ ഒരു വണ്ടി ഹുണ്ടായി ഗ്രാൻഡേറ്ററിൻ്റെ കീയുമാണ്. അപ്പോൾ ഈ രണ്ട് കീ ഉപയോഗിച്ചുള്ള കുറച്ച് ടെക്നിക്കുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, എന്നാലും കുറേ ആളുകൾ അറിയാത്തവരും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കീ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കീ ഇടാനുള്ളൊരു സ്ലോട്ട് ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. ജസ്റ്റ് പുഷ് ബട്ടൺ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളൊരു ബട്ടണായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ ഈ ഒരു റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു സംശയം പല ആളുകൾക്കും ഉണ്ടാവാം. അത് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടിയുടെ റിമോട്ടിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളൊരു സംശയം. ഇപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്തു, വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം കീ എടുത്ത് വെച്ചു, സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം കീ എവിടെ ഇടേണ്ട ആവശ്യമില്ല, കീ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ പുറത്തിറങ്ങി വണ്ടി ലോക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇത് എടുക്കാൻ നേരത്തെ ഇതിനകത്ത് ബാറ്ററി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ എന്താ വെച്ചാൽ, ഇതിപ്പോൾ ബാറ്ററി ഞാൻ എന്തായാലും ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വേറെ എക്സ്ട്രാ ടൂൾസ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് തന്നെ ഊരാൻ പറ്റും. ഇത് ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ച് കഴിഞ്ഞാൽ സാധനം പുറത്ത് വരും. ഇതാണ് അതിൻ്റെ ബാറ്ററി വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ചേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അൺലോക്ക് ചെയ്താൽ വണ്ടി ലോക്കാവില്ല. ഈ ഒരു കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അപ്പം ഇത് ഞാനിപ്പോൾ അൺലോക്ക് ആക്കി വെച്ചതാണ്. സാധാരണ തുറക്കാം, നമുക്കിതിട്ട് തുറക്കുന്ന സമയത്ത് കുറച്ച് സൗണ്ട് വരും. അപ്പോൾ ആ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സൗണ്ട് പോവും. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് തുറന്നു. ഇനി അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കീ ഇതിനകത്തേക്ക് തിരിച്ചിട്ടു. ഇപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ ഊരി, അഥവാ ബാറ്ററി ചാർജ് തീർന്ന ഒരു ബാറ്ററിയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇനി ഇത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കീ എടുത്തിട്ട് നേരെ നമ്മൾ ഈ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. അടുത്ത് കൊണ്ടുവച്ചിട്ട് വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ പണി. അത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഇൻബിൽറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റിയുള്ള ചെറിയൊരു സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി, നമ്മുടെ മെയിൻ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പോലും ഇത് സെൻസ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാവും. ഇനിയിപ്പോൾ ഇല്ലാത്ത കുറച്ച് ദൂരെയാണ് വെച്ചതെങ്കിൽ സ്റ്റാർട്ടാവില്ല. നമ്മൾ ജസ്റ്റ് അടുത്തേക്ക് കൊണ്ടുവച്ചു, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള കാർ റിമോട്ട് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ഒരു ടെക്നിക്ക്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബാറ്ററി തിരിച്ചിട്ടേക്കാം. അപ്പോൾ ഇത് പല ആളുകൾക്കും അറിയുന്ന കാര്യമായിരിക്കാം, എന്തായാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റിൻ്റെ കീക്കകത്തും കുറച്ച് ടെക്നിക്കുകളുണ്ട്, ആ കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ബാറ്ററി തിരിച്ചിട്ടേക്കും. ഇപ്പോൾ വൺ ലോക്കായി, അൺലോക്കായി. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള റിമോട്ട് നമുക്ക് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എങ്ങനെയുള്ളതാണ് ഈ കാര്യം. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അടുത്ത് ഒരു മാരുതി സ്വിഫ്റ്റ് വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു
റിമോട്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാധാരണ നമുക്ക് 2 ബട്ടൺസാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക, ഒരു അൺലോക്കും അതുപോലെ തന്നെ ഒരു ലോക്കും. അൺലോക്ക് ചെയ്യുമ്പോൾ വണ്ടി അൺലോക്കായി, ലോക്ക് ബട്ടൺ അമർത്തുമ്പോൾ ലോക്കായി. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ദൂര സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ലോക്ക് അമർത്തുന്ന സമയത്ത് ചില സമയത്ത് ലോക്ക് ആവാറില്ല. ഏതെങ്കിലും ഡോറ് ഓപ്പൺ ആണെങ്കിൽ, അതായത് ഫുള്ളായിട്ട് അടഞ്ഞില്ലെങ്കിൽ ഈ ഒരു ലോക്ക് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഡോറ് ഞാൻ ഫുൾ അടച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ ചാരി ഇട്ടതുള്ളൂ. ഇനി നമുക്ക് ലോക്ക് ബട്ടൺ അമർത്തുന്ന സമയത്ത് ലോക്കാവില്ല. അപ്പോൾ അങ്ങനെ ലോക്ക് ആവാത്ത കണ്ടീഷനിൽ എല്ലാ ഡോറുകളും ക്ലോസ്ഡ് ആണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലോക്ക് അമർത്തുമ്പം ലോക്കായി. ഓക്കെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനിയിപ്പോൾ രണ്ടാമത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അൺലോക്ക് അമർത്തുമ്പം സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലോക്ക് അമർത്തുന്ന സമയത്തും സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇനി ഈ സൗണ്ട് ഒഴിവാക്കണമെങ്കിൽ ഈ 2 ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തു. ഇനി നമ്മൾ കണ്ടോ, അൺലോക്കായി, പക്ഷേ സൗണ്ടില്ല. ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിംഗ് ബേയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആ വണ്ടി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സൈറൺ അടിപ്പിക്കാനുള്ള ഒരു ടെക്നിക്ക് കൂടിയുണ്ട്. ഈ 2 ബട്ടണും കൂടി ഒരേ സമയം പ്രസ് ചെയ്ത് പിടിക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ, സൗണ്ട് വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഒഴിവാക്കേണ്ട സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇത് 2 കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഒഴിവായി. അപ്പോൾ ഇതാണ് ഈ ഒരു 2 ടെക്നിക്ക് വരുന്നത്. അപ്പം പല ആളുകളും ഇതൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ അങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പം അറിയാത്തവരുണ്ടാവും. അപ്പം ഒന്നാമത്തെ കാര്യം, ലോക്ക് ആവാത്ത സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട രീതി, ഏതെങ്കിലും ഡോറുകൾ ഫുള്ള് ക്ലോസ്ഡ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ഒഴിവാക്കാനുള്ള സിസ്റ്റം, അതുപോലെ തന്നെ സൈറൺ വരുത്തുന്ന സിസ്റ്റം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂം ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഔട്ട്. ഒറ്റൊരു മിനിറ്റ്, ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ പല ആളുകളും യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് ലോണിലാണ് കാറുകൾ എടുക്കാറുള്ളത്. ഒരു 90% ആളുകൾ ലോണിൽ തന്നെയാണ് വാഹനങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കുന്നത് നമ്മൾ പ്രേക്ഷകരെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ഷോറൂമായ ക്ലബ്സി ഓട്ടോമോട്ടീവിൽ സനൂപ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സനൂപിൻ്റെ നമ്പർ ഇതാണ് 7907501383. ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ഓൾ കേരള ലോൺ ചെയ്യുന്നുണ്ട്, എല്ലാ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളി സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നോക്കാറുണ്ട്. നമ്മളെ മോഡൽ അനുസരിച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ഏത് ബാങ്കിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഫ്രീ സർവീസ് തന്നെയാണ്. അപ്പോൾ നമ്പർ ഒന്നുകൂടി പറയാം, 7907501383. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ക്ലബ്സി ഷോറൂം എന്നല്ല, ഓൾ കേരള ഏത് ഷോറൂമിൽ നിന്ന് ഏത് വണ്ടി വേണമെങ്കിൽ ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ വണ്ടികൾക്കും ലോണും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തരുന്നുണ്ട്.